ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചരി അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കപ്പ് ഉണ്ടെങ്കിൽ കപ്പിന് അളന്നെടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ അതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ അരി കുതിർന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കുതിർന്ന് കിട്ടും. ഇപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താലേ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറോളം കുതിരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. അതാ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഈ ഒരു സമയം നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 പ്രാവശ്യം അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. കാരണം ഇത് പുഴുക്കലരിയാണ്. അപ്പോൾ ചിലപ്പോൾ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്താണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരി ഇപ്പോൾ അതാ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടാട്ടോ കിട്ടിയിട്ടുള്ളത്. കാരണം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അരച്ചെടുത്തപ്പോൾ കുറച്ചൊക്കെ തിക്കായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു പലഹാരത്തിന്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറക്കൊക്കെ ചെയ്യുക. ഈ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മീഡിയം മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് വെറും അരി മാത്രമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 മിനിറ്റ് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാ ദോശമാവിൻ്റെ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ലപോലെ കട്ടിയല്ലെന്ന് അതുപോലെ തന്നെ നല്ല ലൂസും അല്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെറും ഏലക്ക മാത്രമാണെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലപോലെ ലൂസായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മാവ് നല്ലപോലെ തിക്കാണെങ്കിൽ കുക്കായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഹാർഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് സമയം കൂടും ചെയ്യും. വെള്ളമൊക്കെ ചേർക്കുന്നത് നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചായിരിക്കും. എത്രത്തോളം അരി എടുക്കേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഏകദേശം സാധാ ദോശമാവിൻ്റെയൊക്കെ ഒരു ബാറ്റർ പോലെ തന്നെ കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യോ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ബാറ്റർ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയിലായിരിക്കും കേട്ടോ അത് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയിലല്ലാതെ കുറച്ച് കനം കുറഞ്ഞ രീതിയിലാണ് വേണ്ടിച്ചെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആദ്യം 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം വെക്കുക. അങ്ങനെ 20 മിനിറ്റ് നേരം വെക്കണം. എന്നാലേ ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അതാ 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഉൾവശമൊക്കെ കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
ഇതിപ്പോൾ എന്തായാലും കുക്കായിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇനി ഇതിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. നമ്മളിത് പുറത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വന്നാലുള്ളൂ കേട്ടോ ഇതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ അങ്ങനെ വിട്ട് നിൽക്കുള്ളൂ. പിന്നെ ഈ ഒരു പലഹാരം നല്ല തണുത്തതിൻ്റെ ശേഷം കഴിക്കാനാണ് ടേസ്റ്റും. ഏകദേശം ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് വിട്ട് കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്ക് കമഴ്ത്തിയിട്ട് ഇതുപോലെ 2 തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് കയ്യിലേക്ക് പെട്ടെന്ന് കിട്ടും. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ ഇതിന്ന് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതേ പ്ലേറ്റിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. എത്ര വലുപ്പമാണോ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെന്ന് വെച്ചെങ്കിൽ ഇത്രത്തോളം സോഫ്റ്റ് കിട്ടില്ല, കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കലരി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കട്ടോ. കൂടുതൽ സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് 2-3 സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.